ഞങ്ങള് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് വരികയാണ്. പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ്. അതിന്റെ പായസ ചലഞ്ച് ഉണ്ട് ഈ വരുന്ന ഒക്ടോബർ 14. അപ്പോ അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാം. ലിറ്ററിന് 250. 250. 2 ലിറ്ററിന് നമുക്കും. അതെ, ഓക്കെ ശരി കേട്ടോ. 14-ാം തീയതി പായസം വീട്ടിലേക്ക് എത്തിച്ചേരും. സന്തോഷം. നിങ്ങളൊക്കെ കൂടി ഘോഷയാത്രയും ജാതിയൊക്കെ ആയിട്ട് എങ്ങോട്ടാണ്? അല്ല, ഘോഷയാത്രയൊന്നും അല്ല. ഞങ്ങളിത് പാണ്ടിക്കാടേ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ഒരു പായസ ചലഞ്ച് ഉണ്ട്, ഫണ്ട് ശേഖരണാർത്ഥം. അപ്പൊ അതിനിങ്ങനെ ആളുകളെ കാണാനും ഒക്കെ വേണ്ടിയിട്ട് സാറിന് പറ്റുന്ന പോലെ എന്തെങ്കിലും ചെയ്യാം. നല്ല ആളെ ഞങ്ങള് കണ്ട് പായസ ചാലഞ്ചാണല്ലേ. ഷുഗർ കവാലത്ത് കയറി കുത്തിരിക്കുക ഞാൻ. അതിന് സാരില്ല, പെരയിലെല്ലാരും മധുരം കൂട്ടല്ലോ. ഓൽക്ക് പായസം ഒരു കാര്യം ചെയ്യും. ലിറ്ററിന് എത്രയാ? ലിറ്ററിന് 250 വെച്ചാണ്. ഒരു ലിറ്ററിന് 250 റുപ്യ. ഒരു 4 ലിറ്റർ നിങ്ങൾ അങ്ങോട്ട് എഴുതിക്കോളി. ആയിക്കോട്ടെ. എന്റെ അനുസരിച്ച് തൊട്ടടുത്ത് താമസിക്കണം. അവിടേക്കും കൊടുത്തയക്കാലോ കുറച്ച്. നല്ലൊരു കാര്യമാട്ടോ നിങ്ങൾ ചെയ്യണത്. ഇതെന്താ മൂപ്പര കാലിൽ നിന്ന് തെറ്റി? ഇവരെന്റെ പെരയിൽ വന്നതാണ്. എന്നെ പോലെയുള്ള രോഗികളാണല്ലോ ഇവര് നോക്കുന്നത്. അപ്പൊ ഞാനും അതിന്റെ ഒരു കൂട്ടത്തിലാണ് കൂടി ഇവരപ്പം. ഞങ്ങൾ അദ്ദേഹത്തോട് വരണ്ടാന്ന് പറഞ്ഞതാ. പക്ഷെ ഇതിന്റെ ഒരു കൂട്ടായ്മ കണ്ടപ്പോൾ ഇതിനോട് കൂടി. നിർദ്ധരായിട്ട് സമൂഹത്തിൽ നിർദ്ധരായിട്ടുള്ള രോഗികൾ, അതുപോലെ അവശരായിട്ടുള്ള രോഗികൾക്കുള്ള ഒരു സാന്ത്വന ചികിത്സയാണ് നമ്മൾ ഈ സാന്ത്വനം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു പങ്കാളിയിൽ വളരെ സന്തോഷം. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇത് കിടപ്പിലായ രോഗികൾക്ക് അത് വലിയൊരു സാന്ത്വനം തന്നെയാണ്. പാണ്ടിക്കാട് പെയിൻ ആൻഡ് പാലിയേറ്റീവിലെ എത്രങ്ങാനും കടപ്പ് രോഗികളെ കടക്കണമെന്ന് അറിയാം. അവർക്കൊക്കെ എല്ലാ സാധനമാണത്. എന്തായാലും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ഞാനുണ്ട്. ഈ മധുര സാന്ത്വനം പാലടപ്പായസം ചാലഞ്ചിലേക്ക് ഞാൻ ബുക്ക് ചെയ്ത് 4 ലിറ്റർ പായസത്തിന്റെ പൈസ ആരെടുത്താ തരുന്നത്? അതവിടെ നിങ്ങൾ എത്തിച്ചാൽ മതി. ഞാനിതാ ഇത് കൊടുത്തു വെച്ചിട്ട് ഇപ്പൊ വരാം കേട്ടോ. ഞാനുണ്ട് നിങ്ങളെ കൊടുത്തു. എന്തായാലും നല്ല സന്തോഷമായി ഞങ്ങൾക്ക്. ഒരു 4 ലിറ്റർ നിങ്ങൾ എഴുതിയാലോ. ഞങ്ങൾ നടക്കട്ടെ, കുറെ വീട്ടിൽ കയറാണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, വീട്ടിൽ പോയി കണ്ടെന്നാ ഞങ്ങളെ കൊടുത്ത് കുടിക്കോളാം. ആയിക്കോട്ടെ, അവിടെ അടുത്ത വീട്ടിലുണ്ടാവും. എന്നാ ശരിയാ. എങ്ങനെയാ ഇതൊക്കെ ഒഴിവാക്കാം? ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ എന്ത് ജീവിതമാണ്? ഈ വരുന്ന ഒക്ടോബർ 14 ചൊവ്വാഴ്ചയാണ് പാണ്ടിക്കാട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പായസ ചലഞ്ച്. എല്ലാവരും അതിന്റെ ഭാഗമാവുക. പാവപ്പെട്ട നിർധനരായ രോഗികളെ സഹായിക്കുക.